സിനുജി ധന്യ, ഡൽഹിയിൽ ഇസ്ലാമിക പതാക ഉയർത്തും എന്ന് ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതായത് ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് കടന്നു വന്ന ചില ഭീകരന്മാർ കടന്നു വന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ മമതയ്ക്ക് ബംഗാളിനെ വേറൊരു രാജ്യമാക്കി മാറ്റാനുള്ള ഒരു ഓഫറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. ബംഗാളും ബംഗ്ലാദേശും എല്ലാം ചേർന്ന് മറ്റൊരു രാജ്യമാകുമോ? ഇന്ത്യ വിട്ട് ബംഗാൾ പോകുമോ? എന്താണ് സിനിജി ഇതിനെക്കുറിച്ച്? ഇപ്പോൾ ബംഗ്ലാദേശിൽ ഈ ഷേഖ് ഹസീനെ അവർ പുകച്ചു പുറത്ത് ചാടിച്ചതോടുകൂടി അവിടെ ഒരു ഇസ്ലാമിക ഭരണം കൊണ്ടുവരാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ അവർ നിരോധിക്കപ്പെട്ട ജമാഅത്ത് ഇസ്ലാമിയുടെ നിരവധി പ്രവർത്തകരുണ്ട്. ഇവരെയൊക്കെ പിടിച്ച് ഈ ഷേഖ് ഹസീന ജയിലിലിട്ടിരുന്നു. കാരണം ഇവർ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നു, തീവ്രവാദ ആശയങ്ങൾ വെച്ച് പുലർത്തുന്നു. അത് ഒരു രാജ്യത്തിന്റെ നന്മയ്ക്ക് നല്ലതല്ല. എക്കണോമിക്കലി നമുക്ക് വളരണം എന്ന ചിന്തയിൽ ബംഗ്ലാദേശിനെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാനാണ് ഷേഖ് ഹസീന ശ്രമിച്ചത്. അവരെ പുറത്താക്കിയപ്പോഴത്തേക്കും ഈ ജയിലിൽ കിടക്കുന്ന ഭീകരരെ മുഴുവൻ ഈ മുസ്ലിം സംഘടനകൾ പുറത്തേക്ക് തുറന്നു വിടുകയാണ്. അതായത് ജമാഅത്ത് ഇസ്ലാമിയും അവരുടെ വിദ്യാർത്ഥി സംഘടനയും ഒക്കെ. എന്നിട്ട് ഇവരെ പതുക്കെ ഇന്ത്യയിലേക്ക് കടത്തിവിടുന്നു. ഇപ്പം ബംഗ്ലാദേശിൽ നിന്ന് പുറത്തു വന്ന, അല്ലെ ജയിലിൽ നിന്ന് പുറത്തു വന്ന ജാഷിമുദ്ദീൻ റഹ്മാനി എന്ന് പറയുന്ന ഒരാൾ ഒരു സോഷ്യൽ മീഡിയ സന്ദേശം നൽകുന്നു. ആ സന്ദേശം ഇതാണ്: ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നുഴഞ്ഞു കയറുന്ന ആളുകൾ ഡൽഹിയിലേക്ക് എത്തി അവിടെ ഇസ്ലാമിക പതാക ഉയർത്തും. വളരെ വലിയൊരു ഭീഷണിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇന്ത്യയുടെ തലസ്ഥാനമാണ് ഡൽഹി. 140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്തിന്റെ തലസ്ഥാനത്ത് ഇസ്ലാമിക പതാക ഉയർത്തുമെന്നുള്ളൊരു ഭീഷണിയെ ഒട്ടും നിസ്സാരമായി കാണാൻ പറ്റില്ല. മാത്രമല്ല അദ്ദേഹം പറയുകയാണ്, ഈ മോദി ഭരണം നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് മറ്റ് ചില സംസ്ഥാനങ്ങളെ കൂടെ നമുക്ക് ഒപ്പം ചേർക്കണം, എന്നിട്ടൊരു വിശാല ബംഗ്ലാദേശ് രൂപീകരിക്കണം. ഇതേ ആശയം മുമ്പ് മമതാ ബാനർജി പറഞ്ഞിരുന്നു. എന്തെങ്കിലും കാരണവശാൽ ഞങ്ങളെ ആക്രമിക്കാനോ ഞങ്ങളെ ഉപദ്രവിക്കാനോ ശ്രമിച്ചാൽ ഞങ്ങൾ രാജ്യം മുഴുവൻ കത്തിക്കുമെന്ന്. ആ മമതയോട് പറയാണ്, നിങ്ങൾ ഈ ബംഗ്ലാദേശിനൊപ്പം വരൂ, ബംഗാൾ എന്ന് പറയുന്ന ഒരു പുതിയ രാജ്യം രൂപീകരിക്കൂ, ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്, എന്ത് പിന്തുണ വേണമെങ്കിലും ചൈനയിൽ നിന്ന് ഞങ്ങൾ നേടിയെടുത്തു തരാം. അതായത് ഇന്ത്യയുടെ ഈ നോർത്ത് ഈസ്റ്റ് മേഖലയുണ്ട്, അതിനെ ഈ സിലിഗുരി കോറിഡോർ എന്ന് പറയുന്നത്, അതായത് ചിക്കൻ നെക്ക് എന്ന് പറയുന്നത് കോഴിയുടെ കഴുത്ത് പോലെ വളരെ ഇടുങ്ങിയൊരു ഭാഗം. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഈ നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് പോകാൻ ഈ ചെറിയ വഴി മാത്രമേ ഉള്ളൂ. ഈ ഭാഗത്തെ ലക്ഷ്യമിട്ടിട്ടാണ് ബംഗ്ലാദേശ് ഇത്തരം നടപടി സ്വീകരിക്കുന്നത്. അപ്പം അവർക്ക് ചൈനയുടെ പിന്തുണ കൂടി കിട്ടിയാൽ മമതാ ബാനർജിയെ കൂടി ഉൾപ്പെടുത്തി ഈ ബംഗ്ലാദേശിനെ ഒരു വിശാല മുസ്ലിം രാഷ്ട്രമാക്കി മാറ്റാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുമെന്ന് പറഞ്ഞ് ഈ റഹ്മാനി പോസ്റ്റ് ഇട്ടത് ഏതോ ഒരു ആശുപത്രിയിൽ നിന്നാണെന്നാണ് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകുന്നത്. അവിടെ നിന്ന് അദ്ദേഹം സംസാരിക്കുന്നു. അപ്പോൾ ഇത് നമ്മുടെ ദേശീയ മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും വാർത്തയായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ ഗൗരവമുള്ളതാണ് ഈ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളെ ലക്ഷ്യമാക്കിയുള്ള ബംഗ്ലാദേശിൻ്റെ ഈ ഒരു ഉന്നം. ഏതാണ്ട് 4000 കിലോമീറ്ററാണ് ഇന്ത്യയും ബംഗ്ലാദേശിൻ്റെയും അതിർത്തി. അപ്പോൾ അതുവഴി ഭീകരരെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ അനുവദിക്കുക എന്ന് പറയുന്നത് ഏറെ ഗൗരവത്തോടെ കാണണം. ഇനി ഇവർ ഈ നുഴഞ്ഞു കയറിയ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവർ വലിയ മാർക്കറ്റുകളിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് എത്തുന്നു, എന്നിട്ട് അവിടെ നിന്ന് ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തുന്നു. അങ്ങനെ ചെയ്താൽ ഇന്ത്യക്ക് തിരിച്ചടിക്കാൻ പറ്റില്ല. കാരണം ഇപ്പം ഗസയിൽ അവർ ആക്രമണം നടത്തി, ഹമാസ് ആക്രമണം നടത്തിയപ്പോൾ ഇസ്രായേൽ തിരിച്ചടിച്ച് എന്താണെന്ന് വെച്ചാൽ അവർക്ക് മുന്നും പിന്നും നോക്കാനില്ല, അവർക്ക് നാളത്തെക്കുറിച്ച് ചിന്തിക്കാനില്ല. അപ്പം നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്ത ഒരു രാജ്യത്തിന് എങ്ങനെ വേണമെങ്കിലും അറ്റാക്ക് ചെയ്യാം. പക്ഷേ ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യ എക്കണോമിക് സിസ്റ്റത്തിൽ ലോകത്തെ തന്നെ വളർന്നു വരുന്ന സാമ്പത്തിക ശക്തിയാണ്. ഇപ്പോൾ 5ാം സ്ഥാനത്താണ്, നാളെ അത് 3ാം സ്ഥാനത്താണ്. സൈനിക ശക്തിയിൽ ഇന്ത്യ ലോകത്ത് തന്നെ 4ാം സ്ഥാനത്താണ്. അങ്ങനെ നയതന്ത്രപരമായ ഇടപെടലിലൂടെ ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ ആകർഷിക്കുന്നു. യുദ്ധത്തെ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല, ആയുധങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ ഭീകരർ നുഴഞ്ഞു കയറി റെസിഡൻഷ്യൽ ഏരിയയിൽ നിന്നും മാർക്കറ്റുകളിൽ നിന്നും ആശുപത്രികളിൽ നിന്നുമൊക്കെ അറ്റാക്ക് നടത്തിയതിന് ശേഷം അവർ ബങ്കറുകളിലോ മറ്റും പോയി ഒളിച്ചാൽ നമുക്ക് അവരെ അതുപോലെ അറ്റാക്ക് ചെയ്താൽ ഈ സിവിലിയൻസ്, അതായത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ കൊല്ലപ്പെടും. അത് ഇന്ത്യക്ക് ലോകരാജ്യങ്ങളുടെ മുന്നിൽ വലിയ അപഖ്യാതി ഉണ്ടാക്കും. അതുകൊണ്ട് അത്തരം ഒരു ആക്രമണം അവർ നടത്തില്ല. പക്ഷേ ഈ പറയുന്ന റഹ്മാനി ഈ സന്ദേശം നൽകുകയും ഡൽഹിയിൽ പതാക ഉയർത്തുകയും ചെയ്യുമെന്നൊക്കെ പറഞ്ഞത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വളരെ ഗൗരവത്തോടെ കാണുന്നു. ഇന്റലിജൻസ് ബ്യൂറോ ഇക്കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. റോ ഉൾപ്പെടെയുള്ള ദേശീയ അന്വേഷണ ഏജൻസികളെല്ലാം ഇതിനെ ഗൗരവത്തോടെ കാണുന്നു. അമിത്ഷായും രാജ്നാഥ് സിംഗും അടങ്ങുന്ന മന്ത്രിമാർ അവർ ഇത് സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും അതുപോലെ തന്നെ വിദേശകാര്യ മന്ത്രിയും ഒക്കെ തന്നെ ഇതിൽ ഗൗരവത്തോടെ ഇടപെടുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ തലസ്ഥാനത്ത്
ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ ഒരു ഇസ്ലാമിക പതാക ഉയർത്തുമെന്ന് പറയുന്നതിനെ നിസ്സാരമായി നമ്മൾ കാണേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ്. ഈ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ യൂനസ് വന്നതിന് ശേഷം നിരവധി ഭീകരരെയാണ്, ജമാഅത്തിന്റെ തീവ്രവാദ സംഘടനയിൽപ്പെട്ടവരെയൊക്കെ ഈ ഷെയ്ഖ് ഹസീനയുടെ സമയത്ത് ജയിലിലടക്കി നിരോധിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അവരെ പിന്നീട് യൂനസ് തുറന്നു വിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്ത്യയോട് അവർക്ക് വലിയ അടുപ്പവുമില്ല. അതുകൊണ്ടാണ് ധാക്കയിലെ ഒരു പ്രൊഫസർ തന്നെ ഒരു പൊതുപരിപാടിയിൽ പാകിസ്ഥാനോട് ആണവ മിസൈൽ തരൂ, ഞങ്ങൾ ഇന്ത്യയെ ആക്രമിക്കാൻ തയ്യാറാണ്, ഇന്ത്യയെ തകർക്കാൻ ഞങ്ങൾ തയ്യാറാണ്, അതിന് നിങ്ങൾ ഒപ്പം നിൽക്കണം എന്ന് പാകിസ്ഥാനിലെ ഒരു പ്രൊഫസർ തന്നെ പറയുകയും അവിടെ കൂടിയിരുന്ന കുട്ടികൾ ഉൾപ്പെടെ കൈയടിക്കുകയും ചെയ്തത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഗൗരവത്തോടെ കാണേണ്ട കാര്യം തന്നെയാണ്. ഇപ്പോൾ സിനിജി പറഞ്ഞതുപോലെ ഇന്ത്യയും നമ്മുടെ ബംഗ്ലാദേശ് ഇന്ത്യയും തമ്മിലുള്ള അതിർത്തി 4156 കിലോമീറ്റർ ആണ്. അപ്പൊ ഈ ചുറ്റുപാടിൽ അത്രയും നമ്മൾ കൃത്യമായി നമ്മുടെ അതിർത്തികളിൽ നമ്മുടെ സൈനിക ശക്തി 4ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. ഒരുപാട് ഉപകരണങ്ങൾ, ആയുധ കോപ്പുകൾ നമുക്കുണ്ട്. പ്രതിരോധ മേഖലയിൽ ഇന്ത്യയെ തകർക്കാൻ ആർക്കും കഴിയില്ല. അപ്പൊ ആ തലത്തിലേക്കൊക്കെ ഉയരുമ്പോഴും ഭീകരർ നുഴഞ്ഞു കയറിയാൽ അതിനെ ഏത് വിധം നമ്മൾ തടുക്കുക. കാരണം വരുന്ന ഭീകരർ അത്രയും നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മാത്രമേ മനസ്സിലാകൂ. ഇപ്പൊ പറയുന്നല്ലോ, ഒരു മാർക്കറ്റിൽ സ്ഫോടനം ഉണ്ടാകുന്നു, ആളുകൾ തിങ്ങിക്കൂടുന്ന സ്ഥലങ്ങളിൽ സ്ഫോടനം ഉണ്ടാകുന്നു, ആശുപത്രികളിൽ സ്ഫോടനം ഉണ്ടാകുന്നു. ഇവർ മദ്രസകളിൽ എത്തി അവിടുത്തെ അധ്യാപകരായി നിന്നുകൊണ്ടാണ് അവിടെ നിന്ന് ഗൂഢാലോചനകൾ നടത്തി ഇന്ത്യയെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മമതയോടാണ് ഇവർ പറയുന്നത്. ഇന്ത്യക്കകത്തുള്ള ഒരു സംസ്ഥാനത്തിന്റെ ഒരു മുഖ്യമന്ത്രിയോടാണ് പറയുന്നത്, ഒരു ഭീകരനാണ് പറയുന്നത്, ഞങ്ങളോടൊപ്പം ചേരൂ, ഞങ്ങൾ നിങ്ങളെ ഒരു രാജ്യമാക്കാം, എന്നിട്ട് നമുക്ക് ഇന്ത്യയെ തകർക്കാം. അപ്പം മമതയ്ക്ക് ഇന്ത്യയോടുള്ള ശത്രുത എത്രയുണ്ട് എന്നുള്ളത് ഒരു ഭീകരന് മനസ്സിലായി എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പോ ഇന്ത്യയിൽ നിന്നുകൊണ്ട് തന്നെ മമത അത്തരം നടപടികൾ സ്വീകരിക്കുന്നുണ്ടോ, ഭീകരരുമായി ബന്ധം സ്ഥാപിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ട്. ഇവിടെ അന്വേഷണ ഏജൻസികൾ, ഇപ്പോൾ ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, അദ്ദേഹത്തെ നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയില്ല. കാരണം പാകിസ്ഥാനിൽ വരെ പോയി ചാരപ്പണി ചെയ്ത ആളാണ്. അപ്പോ അദ്ദേഹം ഉൾപ്പെടുന്ന അദ്ദേഹത്തിന്റെ ടീം, മറ്റ് ഇൻവെസ്റ്റിഗേഷൻ ടീമുകളൊക്കെ കരുതലോടെ നിൽക്കുന്ന ഒരു സമയമാണ്. സിനുജി തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഡൽഹിയിൽ ഒരു ഇസ്ലാമിക പതാക ഉയർത്തും എന്ന് പറയുമ്പോൾ നമ്മളത് നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ല. ദേശീയ മാധ്യമങ്ങളെല്ലാം ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇയാൾ ഒരു ആശുപത്രിയിൽ നിന്നാണ് വിളിച്ചു പറയുന്നത്. അതും രഹസ്യമായല്ല, പരസ്യമായി വിളിച്ചു പറയുന്ന ഒരു കാര്യമാണ്. അറിയേണ്ടവരെല്ലാം അറിഞ്ഞുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ബംഗ്ലാദേശ് ഏത് സമയത്തും ഇന്ത്യൻ വിരോധികളെയും ആന്റി ഇന്ത്യൻസിനെയും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇന്ത്യയെ തകർക്കാനായി ഒരു പദ്ധതി ബംഗ്ലാദേശിലെ കുറെ ഭീകരർ, അത് യൂനസ് അറിഞ്ഞിട്ടാണോ അല്ലയോ എന്നറിയില്ല, ബംഗ്ലാദേശിലെ കുറെ ഭീകരർ എവിടെയോ ഇരുന്ന് പദ്ധതി ഇടുന്നുണ്ട്. ആ പദ്ധതി തകർക്കാനായിരിക്കും ഇനി ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. ധന്യ പറഞ്ഞല്ലോ, മമതയോട് ഒരു ഭീകരൻ അങ്ങനെ ബംഗ്ലാദേശിലെ ഭീകരർ അങ്ങനെ ഒരു ഓഫർ വെച്ചുവെങ്കിൽ മമതയുടെ ഉള്ളിൽ അങ്ങനെ എന്തോ ഉണ്ട് എന്ന് അവർക്ക് തോന്നി. അത് ജൂലൈ 21 TMC രക്തസാക്ഷി ദിന റാലിയിൽ മമത പ്രസംഗിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. ഒരു UN പ്രമേയം ചൂണ്ടിക്കാണിച്ചാണ് അവർ പറഞ്ഞത്, പ്രക്ഷുബ്ധത നേരിടുന്ന പ്രദേശങ്ങളോട് ചേർന്നുള്ള അഭയാർത്ഥികളെ പാർപ്പിക്കുന്നതിനുള്ള സൗകര്യം ഈ അയൽ രാജ്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് UN ഒരു പ്രമേയമുണ്ടായിരുന്നു. ഇത് ഉദ്ധരിച്ചുകൊണ്ടാണ് മമത അന്ന് വാഗ്ദാനം നൽകിയായിരുന്നു, അയൽ രാജ്യത്ത് നിന്ന് ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്കായി സംസ്ഥാനം അതിന്റെ വാതിലുകൾ തുറന്നിടും എന്ന്. ജൂലൈ 21 തീയതിയാണ് മമത ഇത് പറയുന്നത്. ഭീകരർക്ക് വേണ്ടിയായിരുന്നു. അപ്പോ അവർ ആർക്ക് വേണ്ടി, ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ബംഗ്ലാദേശിൽ ആരാണ് കലാപം ഉണ്ടാക്കുന്നത്, ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭമല്ല എന്നുള്ളത് എല്ലാവർക്കും, അത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആക്രമണമാണ് എന്നുള്ളത് ഏത് കൊച്ചുകുട്ടിക്കും അറിയാവുന്ന ഒരു കാര്യമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ മമത ഈ ഒരു ഓഫർ വെക്കുമ്പോ അവരെന്താ മനസ്സിലാക്കേണ്ടത്? അവർക്ക് തീർച്ചയായും ബംഗാളിൽ വരാൻ പറ്റുന്ന, ഇന്ത്യയിലേക്ക് വരാനുള്ള ഒരു ഓഫർ അവിടെ ഉണ്ട് എന്ന് തന്നെയാണ്. അപ്പൊ ഈ മമതയ്ക്ക് അത് ആലോചിക്കാനുള്ള ഒരു ബുദ്ധി മമത ആലോചിക്കില്ല. കാരണം മമത എല്ലായ്പ്പോഴും ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്. അതായത് TMC എന്ന് പറയുന്ന സംഘടനയെ ഏതാണ്ട് മുസ്ലിം സംഘടന ഹൈജാക്ക് ചെയ്തിട്ടുണ്ട്. ഈ TMCയിലെത്തിയ മുസ്ലിം സംഘടനയിലെ പ്രവർത്തകർ എന്ന് പറയുന്നത് ആക്ച്വലി അവർ ബംഗ്ലാദേശികളാണ്. അവർ അവിടെ നിന്ന് നുഴഞ്ഞു കയറി ബംഗാളികളായി മാറി. അവർക്ക് റേഷൻ കാർഡും ആധാർ കാർഡും ഒക്കെ കൊടുത്ത് അവിടുത്തെ പൗരന്മാരാക്കി. എന്ന് പറഞ്ഞാൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നു. ആ ബംഗാളിനെ വേണമെങ്കിൽ ബംഗ്ലാദേശിനൊപ്പം ചേർക്കാം, നിങ്ങൾ ഞങ്ങളുടെ കൂടെ ചേരും. ഇപ്പൊ 7 സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു കയറുകയും അവിടെ പൂർണ്ണമായി ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും ചെയ്യും എന്നാണ് ബംഗ്ലാദേശിലെ ഈ ഭീകരൻ നൽകുന്ന നിർദ്ദേശം. അപ്പോൾ ബംഗ്ലാദേശിന്റെ നിലവിലെ ഉപദേഷ്ടാവ് എന്ന് നമ്മൾ പറയുന്നത് മുഹമ്മദ് യൂനിസ് പറഞ്ഞത്, ഞങ്ങൾ മൊത്തം പൊളിച്ചെഴുതാൻ പോവുകയാണ്. അപ്പൊ എന്താണ് പൊളിച്ചെഴുതാൻ പോകുന്നത്? A to Z എന്തോ പൊളിച്ചെഴുതാൻ പോകുന്നു. ഒപ്പം തന്നെ ചില ഉദ്യോഗസ്ഥർക്ക് മജിസ്ട്രേറ്റ് തല പദവി നൽകാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്.
സൈനിക ഉദ്യോഗസ്ഥർക്ക് വിരമിച്ച കരസേന ഉദ്യോഗസ്ഥർക്ക് അങ്ങനെ ചെയ്താലുള്ള ഗുണം അവർക്ക് സ്വരക്ഷയെ മാനിച്ചും അല്ലെങ്കിൽ മറ്റുള്ളവർ തെറ്റ് ചെയ്തെന്ന് കണ്ടാലും ആളുകളെ വെടിവെച്ചു കൊല്ലാം. അപ്പൊ ബംഗ്ലാദേശിലെ അരാജകത്വവും ഈ അട്ടിമറിയും ഒക്കെ നിർത്താനാണ് ഇത്തരം തീരുമാനങ്ങളെന്ന് മുഹമ്മദ് യൂനിസ് പറയുന്നെങ്കിൽ അത് പറയിപ്പിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിക്ക് ചില അജണ്ടകളുണ്ട്. ആ അജണ്ടയുടെ ഭാഗമായിട്ടാണ് പറയുന്നത് പാകിസ്ഥാൻ എന്തായാലും ഞങ്ങളെ സഹായിക്കും, ചൈന ആയുധങ്ങളും മറ്റും തരും, അതുകൊണ്ട് ഇന്ത്യയെ കീഴ്പ്പെടുത്താനും ഇന്ത്യ എന്ന് പറയുന്ന ഒരു വികസന സ്വപ്നം കണ്ട് മുന്നേറുന്ന രാജ്യമാണ്. 2047-50 കാലഘട്ടമാകുമ്പോൾ ഇന്ത്യ വികസിത രാജ്യമാകുമെന്നാണ് നമ്മളുടെ നിലവിലെ ഒരു സങ്കല്പം. അതുകൊണ്ട് ഇന്ത്യക്ക് എടുത്തു പിടിച്ച് ആക്ഷൻ എടുക്കാൻ കഴിയില്ല. മാത്രമല്ല നമ്മുടെ രാജ്യത്തിനുള്ളിൽ നിന്ന് ഈ അന്തചിന്തനങ്ങൾ ഉണ്ടാകുന്നു. മുസ്ലിം സംഘടനകൾ, ഇന്ത്യക്ക് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്ന സ്ലീപ്പർ സെല്ലുകൾ, ഇവയൊക്കെ ഉണർന്നു പ്രവർത്തിക്കുകയും ഈ ഭീകരന്റെ നിർദ്ദേശം അനുസരിച്ച് ഇന്ത്യക്കെതിരായ ആക്രമണങ്ങൾ ആക്രമണ പരമ്പര നടത്തുകയും ചെയ്താൽ അത് ലോകത്തിന് മുന്നിൽ ഇന്ത്യക്ക് വലിയ നാണക്കേടാണ്. മാത്രമല്ല UN രക്ഷാ കൗൺസിലിലേക്ക് ഇന്ത്യ അംഗത്വം നേടാൻ ഏതാണ്ട് അടുത്തിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഇന്ത്യ സുരക്ഷിതമല്ല എന്നൊരു സന്ദേശം നൽകാനാണ് ബംഗ്ലാദേശിന്റെ തീരുമാനം. അപ്പോൾ ബംഗ്ലാദേശിന്റെ ആത്യന്തികമായ ടാർഗറ്റ് ഇന്ത്യയാണെന്ന് വ്യക്തം. ഇന്ത്യയെ തകർക്കുക. അപ്പോൾ ഒരു മുസ്ലിം രാഷ്ട്രം എന്ന നിലയിൽ ബംഗ്ലാദേശും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും എല്ലാം ഒന്നിച്ചു നിൽക്കും, എന്നിട്ട് ഇന്ത്യയെ തകർക്കും. അതിന്റെ ഒരു പരോക്ഷമായ ഗുണം ചൈനയ്ക്ക് ലഭിക്കും. അമേരിക്കയും അതിൽ സന്തോഷിക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള ഭീകരൻ ഡൽഹിയിൽ വന്ന് ഒരു ഇസ്ലാമിക പതാക ഉയർത്തുമെന്ന് പറയുന്നതിനെതിരെ നമ്മുടെ ദേശീയ അന്വേഷണ ഏജൻസികൾ കർശനമായ നടപടി എടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഏതെങ്കിലും തരത്തിൽ ഭീകരർ കടന്നു കയറിയാൽ സ്വാഭാവികമായും ഇവരെല്ലാം പിടികൂടാനുള്ള സംവിധാനം നമുക്കുണ്ട്. അത് ഫലപ്രദമായി തന്നെ പ്രവർത്തിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.